സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, ബലൂചിസ്ഥാനെ സംബന്ധിച്ച് നിർണായകമായ വാർത്തകൾ വരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം പാകിസ്ഥാൻ സൈനികമായിട്ട് ഇടപെട്ടാണ് ആ പ്രദേശത്തെ ആ രാജ്യത്തോടൊപ്പം നിർത്തിയത്. ബംഗ്ലാദേശ് വിഘടന സമയത്തും ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സൈനികമായി ഇടപെട്ട് പിന്നെ ഇന്ത്യൻ സൈന്യം എത്തിയാണ് പാകിസ്ഥാൻ സൈന്യത്തെ അവിടെ തുരത്തിയത്. സമാനമായൊരു സാഹചര്യം ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്നില്ലേ? പാകിസ്ഥാൻ സൈന്യം അവിടെ നേരിട്ടിടപെട്ടാൽ അത് ഏതൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും? നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ബലൂചിസ്ഥാൻ അവകാശപ്പെടുന്നത് കരമാർഗം ഇനി പാകിസ്ഥാൻ സൈന്യത്തിന് ഇവിടെ ഇടപെടാൻ സാധിക്കില്ല, വേണമെങ്കിൽ അവർക്ക് വ്യോമാക്രമണം നടത്താൻ സാധിക്കുമെന്നും പറയുന്നു. നമുക്ക് കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ ഇതേപോലെയുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ സേന വ്യോമാക്രമണം നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. സ്വന്തം ജനതയ്ക്കെതിരെ, അതായത് ബലൂചിസ്ഥാൻ അവിടെ വിഘടനവാദം പറയുമ്പോഴും പാകിസ്ഥാൻ്റെ ജനത തന്നെയാണല്ലോ. അപ്പോൾ സ്വന്തം ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തി വലിയൊരു നരഹത്യക്ക് മുതിരുമോ? എന്താണ് സാറിന് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. കാരണം ബലൂചിസ്ഥാൻ ഇപ്പോൾ അവരുടെ, ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. കരമാർഗം അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവരിപ്പോൾ പറയുന്നത്, ഇപ്പോൾ അവർ പറയുമ്പോഴല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, വളരെ മുൻപ് തന്നെ ഏതാണ്ട് ഒരു വർഷത്തോളമായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന സാധനം. 2025 ശേഷം നമ്മൾ മൊത്തത്തിൽ അവിടുത്തെ അവസ്ഥകളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കരമാർഗം അവർക്ക് പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരവസ്ഥയാണ്. വായുമാർഗം വേണമെന്നുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഇല്ലാതില്ല. പക്ഷെ അതിന് പോലും ചെറുക്കാൻ പാകമായ രീതിയിൽ അവിടുത്തെ ഈ BLA, ബലൂച്ച് ലിബറേഷൻ ആർമി, കാരണം അത് ഇത്രയും ശക്തമാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ട്രൈബൽ ആയിട്ടുള്ള, അതായത് ഈ മറ്റേ ഗോത്രവർഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തിന് രണ്ട് രീതിയിലുള്ള ഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നത്, മറ്റേത് പ്രിൻസിലി സ്റ്റേറ്റ്സ്, ഈ പറഞ്ഞതുപോലെ ഈ ഗോത്രവർഗ തലവന്മാരിലൂടെ ഭരിക്കുന്ന സംവിധാനം. അവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് സർക്കാരിന് പോലും അവരുടെ ആ ഒരു ഭീഷണിയും ആധിപത്യവും ഒക്കെ പ്രയോഗിച്ചിട്ട് അവരുടെ ധനസമ്പാദനം നടത്താമെന്നുള്ളതല്ലാതെ ഭരണത്തിന്റെ കാര്യത്തിൽ ഏതാണ്ടൊരു പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവിടുത്തെ ഈ ഗോത്രവർഗ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രഭുക്കന്മാർക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അതിൽ ഏറ്റവും നമുക്കറിയാവുന്നതാണ് മറ്റേ ഖാൻ ഓഫ് ഖലാട്ട്. അദ്ദേഹമാണ് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നിർണായകമായ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും 1948 ശരിക്കും ഇന്ത്യയോട് ചേരണം എന്ന ആവശ്യമൊക്കെ ഉന്നയിക്കുകയും നെഹ്റുവിന് അത് പ്രായോഗികമല്ലാത്തതിന്റെ പേരിലാണ് നെഹ്റുവും അല്ല ഇന്ത്യ ആ ഒരു സമീപനത്തിനോട് യോജിക്കാതിരുന്നതുമൊക്കെ. മാത്രമല്ല ഇന്ത്യൻ സംസ്കാരത്തോടാണ് ബലൂചിസ്ഥാൻ ചേർന്ന് നിൽക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ട, ഒരുപക്ഷെ ലോകത്തിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദം പേരിന് പോലും ഇല്ലാത്ത ഒരു പ്രദേശമുണ്ടെങ്കിൽ ഈ സാർ, ഞാൻ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻ ഇന്ത്യൻ യൂണിയനോടുകൂടി ചേരാൻ താല്പര്യപ്പെട്ടെങ്കിലും അതിന് സാധിക്കാതിരുന്നത് ആ സമയത്ത് ഇന്ത്യൻ യൂണിയൻ, അതായത് ഇന്ത്യയുടെ ആ വിശാല ഭൂപടത്തിൻ്റെ ഉള്ളിലുള്ള ചില സ്ഥലങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കാനായിട്ട് താല്പര്യപ്പെട്ടു. പിന്നെ അപ്പോൾ ഇന്ത്യൻ ആ ഭൂമികയുടെ ഉള്ളിലുള്ള ചില പ്രദേശങ്ങൾ പാകിസ്ഥാനോടൊപ്പം ചേരണമെന്ന് നിലപാടെടുത്തു. പിന്നെ പട്ടേലിൻ്റെ ചില നിലപാടുകൾ, ഉറച്ച തീരുമാനങ്ങളുടെ പേരിലാണ് അത് ഇന്ത്യയോടൊപ്പം തന്നെ ആയി കിട്ടിയതെന്നും പറയുന്നു. അപ്പോൾ ഇന്ത്യ ബലൂചിസ്ഥാനിൽ ആ തരത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ചില പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായി പോകും. ആ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ബലൂചിസ്ഥാൻ അന്ന് വേണ്ടെന്ന് വെച്ചത്. അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്താവോ? അന്ന് പ്രധാനമന്ത്രി നെഹ്റുവിന്റെ മുമ്പിലുണ്ടായിരുന്ന വലിയ പ്രശ്നം ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ അകലെയാണ്. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അപ്പോ അതെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, ഇന്ത്യയുടെ മുമ്പിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ ആഭ്യന്തര വിഷയമായിരുന്നു. പട്ടിണിയും അതേപോലെ തന്നെ പരിവട്ടവും ഒക്കെ ആയിരുന്നു വലിയ വിഷയങ്ങൾ, ആഭ്യന്തരമായ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പാകിസ്ഥാനോട് ഒരു യുദ്ധത്തിന് പോവുകയോ അതല്ല എന്നുള്ളത് പ്രായോഗികമായിട്ട് ബലൂചിസ്ഥാനിന് പാകിസ്ഥാനിൽ നിന്ന് സംരക്ഷണം കൊടുക്കുകയും അവിടുത്തെ ജനതയുടെ ക്ഷേമം നോക്കുകയും ഒക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായിട്ട് അന്ന് ഇന്ത്യക്ക് പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ സാംസ്കാരികമായിട്ട് തീർച്ചയായിട്ടും, കാരണം
പിന്നെ അല്ല, അതിനകത്ത് അന്നത്തെ ഒരു സാഹചര്യങ്ങൾ അതാണ്. കാരണം നമുക്ക് ഉം. ഭൂമി ശാസ്ത്രപരമായിട്ട് ഇന്ത്യയുമായിട്ട് അടുത്തല്ലല്ലോ കിടക്കുന്നത്. അതെ. കടൽ മാർഗം നല്ല ബന്ധമുണ്ട്. പക്ഷെ ഓക്കെ. ആ ഒരു വീണ്ടും ഒരു പാകിസ്ഥാനുമായിട്ട് സംഘർഷത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സാധ്യമാവുന്നില്ല. പക്ഷെ എങ്കിലും അവർ ഒരു വർഷത്തോളം പിടിച്ചു നിന്നു ഉം, ഉം, സ്വതന്ത്രമായിട്ട് നിൽക്കാനായിട്ട്. ഉം, അങ്ങനെയാണ് അവസാനം 48-ൽ പാകിസ്ഥാന്റെ പട്ടാളം വന്നിട്ടാണ് അവസാനം ആക്സഷൻ കരാറിൽ ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. ഉം, ഉം, അന്നു മുതൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഉം, അല്ലാതെ ഉം. അവർ 48-ൽ അല്ലെ 47-ൽ തുടങ്ങിയ ആ പ്രക്ഷോഭത്തിന്റെ പര്യവസാനത്തിലേക്ക് എത്തുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഇപ്പൊ രണ്ടായാലും അവര് സ്വതന്ത്രമായിട്ട് അവരുടെ കറൻസി, അവരുടെ ദേശീയ പതാക, നാഷണൽ ആന്തം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ, ഉം, ഈ ബലൂചിസ്ഥാന്റെ ഏതാണ്ട് 85% പൂർണ്ണമായിട്ടും ഈ ബലൂച്ച് BLAയുടെ അധീനതയിലാണ്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ, ഒരു വ്യക്തി പോലും ഇല്ലാതെ മുഴുവൻ ജനങ്ങളും ഉം. ഈ പാകിസ്ഥാൻ എതിരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് ബലൂചിസ്ഥാന്റെ നേതാക്കന്മാരെല്ലാം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു, ഐക്യരാഷ്ട്രസഭയോട് അതെ. അന്നും ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ രാഷ്ട്രത്തെ അംഗീകരിക്കണം, ഞങ്ങൾക്ക് ഉം, ഉം. ഇന്ത്യയിൽ എംബസി തുടങ്ങാനുള്ള അനുവാദം ഉണ്ടാവണം എന്നൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്പോഴും, അവിടെ പക്ഷെ ഇന്ത്യൻ ഇപ്പോഴത്തെ പതാക ആവശ്യം ഉയർന്നതൊക്കെ അതുപോലെയല്ല. കേൾക്കുന്നു ആ സമയത്ത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ മാത്രമല്ല, അവിടെ ഈ നമ്മുടെ ഈ സാംസ്കാരികമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മുടെ അവരുടെ ഈ ബ്രൂഹൈ ഭാഷ എന്ന് പറയുന്നത് പോലും നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഭാഷയുമായിട്ട് വളരെ സാമ്യമുള്ള ഭാഷയാണ്. ഉം, അതിന്റെയൊക്കെ ഉം, ഒരുപാട് ഉം. ചരിത്രപരമായ സംഗതികളൊക്കെ ഉണ്ട്. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു സൂഫി സംസ്കാരമാണ് ഉം, അവിടുത്തെ ഉം. ഒരു ശക്തിപീഠം അവിടെയാണ്, ബലൂചിസ്ഥാനിലാണ്, ഒരു കേവ് ക്ഷേത്രത്തില്. ആ ഉം, ഉം. ക്ഷേത്രത്തില് ആ ഒരു ആ ദേവിയെ നാന ബീവി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മുസ്ലിംസും സൂഫി കൾച്ചറിലൂടെ ആരാധിക്കുന്നുണ്ട്. ഉം, അവിടുത്തെ ഉം. ഉത്സവം നടത്തുന്നത് ഈ മുസ്ലിംസ് ആണ്. അവിടെ വരുന്ന ഈ മരുഭൂമി കടന്ന് വരുന്ന ഈ കേവിലെ ഈ ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഹിന്ദുക്കളെ സ്വീകരിക്കുന്നതും ഈ ആഘോഷം നടത്തുന്നതും ഒക്കെ അവിടുത്തെ മുസ്ലിങ്ങളാണ്. അപ്പൊ അങ്ങനെ, അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിലൊക്കെ ഉള്ള ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ സംസ്കാരങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഉം, നമുക്ക് ഉം. ബലൂച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ, ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ ഉം, ഉം. ആ, ഈ പർദ്ദ എന്നൊരു സംഗതി അവിടെ ഇല്ല. ഉം, പാകിസ്ഥാനിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും പർദ്ദയുണ്ട്, നമ്മുടെ ഉം, ഉം, ഉം. കേരളത്തിലും ഉണ്ട്. പക്ഷെ ഉം. ബലൂചിസ്ഥാനിൽ നിങ്ങൾക്ക് പർദ്ദ കാണാൻ പറ്റത്തില്ല. വളരെ മനോഹരമായ രീതിയിലുള്ള വർണ്ണങ്ങളും പൂക്കളും ഒക്കെ ഉള്ള വസ്ത്രങ്ങളിട്ട്, ഓഫ് കോഴ്സ് തലയിലൂടെ തട്ടമിട്ട സ്ത്രീകളാണുള്ളത്. അവർ വളരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളുമാണ്. അവിടെ ഉം, ഒരു ഉം. പ്രവിശ്യയില് ഒരു ഹിന്ദു യുവതിയെ ഇപ്പൊ അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ഉം, കഴിഞ്ഞ ഉം. വർഷമായിരുന്നു. അതെനിക്ക് തോന്നുന്നു, പിന്നെ കലാട്ടിലാണോ എവിടെയെന്നറിയില്ല. അവരെ ഉം, സ്ഥലത്തിന്റെ പേര് മറന്നുപോയതാണ്. അവിടുത്തെ ഉം. ഡിസ്ട്രിക്ട് മേറ്റായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. വളരെ ചെറിയ ശതമാനം മാത്രമേ ഹിന്ദുക്കൾ അവിടെ ഉള്ളൂ. അപ്പൊ ഉം, ഉം. ഇതൊക്കെയാണ് ഈ ബലൂചിസ്ഥാന്റെ ഒരു പ്രത്യേകത. മാത്രവുമല്ല, ഇപ്പോൾ പോലും ഈ ഗോത്ര തലവന്മാരുടെ ഭരണത്തിന്റെ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ബലൂചിസ്ഥാൻ മാറിയിട്ടില്ല. ഉം, ഇപ്പൊ അങ്ങനെ ഗോത്രങ്ങളെല്ലാം കൂടെ ഭിന്നിച്ചു നിന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ ഉം. ഭിന്നിപ്പെല്ലാം മാറിയിട്ട് അവര് ഒന്നിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി. അങ്ങനെയാണ് BLA രൂപം കൊള്ളുന്നത്. അത് അതെ. മാത്രമല്ല, മലനിരകൾ ധാരാളമുണ്ട്. അവിടുത്തെ ഉം, ഉം. ജനസംഖ്യയുടെ വളരെ 1,40,00,000 ജനങ്ങളെ ഉള്ളൂ അവിടെ. ഉം, അതായത് ഉം, ഉം. 25 കോടി ജനങ്ങളുള്ള പാകിസ്ഥാനിൽ പാകിസ്ഥാന്റെ 44% ഭൂപ്രദേശം ഈ ബലൂചിസ്ഥാനാണ്. അതേ സമയത്ത് ജനസംഖ്യയാണെങ്കിൽ 1,44,00,000 അല്ലെ 1.5 കോടി ജനങ്ങൾ, കഷ്ടിച്ച് 1.5 കോടി ജനങ്ങളെ ഉള്ളൂ. അപ്പൊ ഈ ഉം, ഉം. വിശാലമായ സ്ഥലവും പരിമിതമായിട്ടുള്ള ജനസംഖ്യയും ഉം, ഇതിന്റെ ഉം. അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശമായ ബലൂചിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഉം. സ്വർണം, ചെമ്പ്, അതുപോലെ റെയർ എർത്ത്, ഗ്യാസ്, ഇത് തുടങ്ങിയിട്ടുള്ള ഈ ധാതു ലവണങ്ങളുടെ ഖനിയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അത് ഉം. പാകിസ്ഥാൻ അത് ചൈനയ്ക്ക് കൊള്ളയടിക്കാനും കൊടുത്തു. അങ്ങനെയാണത് ഈ സമീപ കാലഘട്ടത്തിൽ ഈ ബലൂചിസ്ഥാൻ പ്രക്ഷോഭം വളരെ ശക്തമാകുന്നത്. നമ്മുടെ സീപക് റോഡ് കടന്നു പോകുന്നതും ഈ ബലൂചിസ്ഥാനിലൂടെയാണ്. ഉം, അതുപോലെ ഉം. ഗണ്ടാർ, ഗോദർ സീപോർട്ടും എയർപോർട്ടും നമ്മുടെ വിഴിഞ്ഞത്തിനേക്കാൾ ആഴമുണ്ടെന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഗോദർ. മദർഷിപ്പുകൾക്ക് അതെ, വരാൻ അതെ. പറ്റുന്ന സീപോർട്ടാണ്. പക്ഷെ അവിടെയും ഒരു കപ്പലും എടുക്കുന്നില്ല. എയർപോർട്ടും അതുപോലെയാണ്, വലിയ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. പക്ഷെ അവിടെയും വിമാനങ്ങൾ ഇറങ്ങുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ബലൂച്ചിന്റെ ഇവിടുത്തെ സംഘർഷമാണ്. ഒരുപാട് ഉം, ചൈനീസ് ഉദ്യോഗസ്ഥരെ അവർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
$69 ബില്യൺ ആണ് അവിടെ പല പദ്ധതികളിലായിട്ട് ചൈന നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ചൈനയുടെ പാകിസ്ഥാന്റെ ദൗത്യം എന്ന് പറയുന്നത് ചൈനയ്ക്ക് സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ബലൂച്ച് ജനത കാണുന്നത് തങ്ങളെ ചൈനയ്ക്ക് കൊള്ളയടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ കൂട്ടുനിൽക്കുകയും പാകിസ്ഥാനും കൊള്ളയടിക്കുന്നു. ഇതുവരെ അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഈ അല്ല 80 സാർ, ഇപ്പോൾ വർഷം കൊണ്ട് ഇപ്പോൾ ഈ ബലൂജ് എന്ന് പറയുന്ന ജനസമൂഹത്തോട് പാകിസ്ഥാന് യാതൊരു അനുകമ്പയോ അങ്ങനെ യാതൊരു വികാരങ്ങളോ ഇല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമായി കഴിയുന്ന സംഗതിയാണ്. ഇപ്പം ഞാൻ മറ്റൊന്നുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ അഫ്ഗാനിൽ നിന്ന് വന്ന തീവ്രവാദികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ അതേപോലെയുള്ള മേഖലകളിലൊക്കെ വ്യോമാക്രമണം നടത്താൻ ഒരു മടിയും കാണിക്കാതെ സ്വന്തം ജനത്തെ ഇഞ്ചിഞ്ചായി കൊന്നു തള്ളിയതാണ് പാകിസ്ഥാൻ. അങ്ങനെയുള്ള പാകിസ്ഥാൻ സൈന്യം ഈ നിർണായക ഘട്ടത്തിൽ അവരിപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചൊരു ഘട്ടത്തിൽ വീണ്ടും ഒരു സൈനിക നടപടിയിലൂടെ അവിടെ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ആൾനാശം ഉണ്ടാക്കി വെക്കുവോ? എന്താണ് സാറിന്റെ നിരീക്ഷണം? എന്താണ് ഈ ഖൈബർ പഖ്തൂൺഖ്വയിലെ കണക്കുള്ള ഒരു വ്യോമാക്രമണം ബലൂചിസ്ഥാനിൽ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ മിലിറ്ററി ആക്ഷൻ അതിശക്തമായിട്ട് അവർക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. പക്ഷെ ഇത് വിജയിക്കാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് POK ഇപ്പൊ നടക്കുന്ന ഏതാണ്? POK ഇപ്പം പിന്നെ നമ്മുടെ പാക് അധീന കാശ്മീരിൽ ഇപ്പം ഇന്നലെ പോലും കുറെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുറമെ അറിയുന്നില്ല. അതിനകത്ത് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് ഇന്ത്യക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്. അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങളും പിന്നെ പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നു, അതിനെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഇടപെടാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ ഒരു ബലൂചിസ്ഥാനിലെ വിഷയത്തിലേക്ക് ഇപ്പൊ നിലവിൽ ഇപ്പൊ ലോകരാഷ്ട്രങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ബലൂചിസ്ഥാനില് KPKയിലെ കണക്ക് ഖൈബർ പഖ്തൂൺഖ്വയിലെ കണക്ക് ഉള്ള ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അന്താരാഷ്ട്ര സമൂഹത്തിനെയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാനാണ്. ബലൂചിസ്ഥാന്റെ അതിർത്തി എന്ന് പറയുന്നത് ഇറാന്റെ അതിർത്തിയാണ്. ഇപ്പൊ ഇറാനുമായിട്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ ഹൂതികളുടെ ആക്രമണം സൗദി അറേബ്യയിലേക്ക് വന്നു. സൗദി അറേബ്യയിലേക്ക് വന്നപ്പോഴത്തേക്ക് സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആണവ രാജ്യം എന്ന നിലയിൽ കരാറുണ്ടാക്കിയിട്ടുണ്ട്. അവസാനം ഗതികെട്ടിട്ട് പാകിസ്ഥാനും ഹൂതികളെ അപലപിക്കേണ്ടി വന്നു സൗദിയെ ആക്രമിച്ചതിന്റെ പേരിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. സൗദി ആക്രമിച്ചതിന്റെ പേരിൽ പാകിസ്ഥാനും പിന്നെ ഹൂതികള് സൗദി അറേബ്യ ആക്രമിച്ചതിന്റെ പേരിൽ പാകിസ്ഥാന് ഹൂതികളെ അപലപിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇറാനെ അപലപിക്കുന്ന തുല്യമാണ്. സാന്ദർഭികമായിട്ട് പാകിസ്ഥാന്റെ ഒരു ഗതികേട് കൂടി പറഞ്ഞ് നമുക്ക് കാര്യം അമേരിക്കയായിട്ട് വലിയ ചങ്ങാത്തം ഉണ്ടാക്കിയത് കാരണം ഇപ്പൊ ഇസ്രായേലിനെ അംഗീകരിക്കേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ട് പാകിസ്ഥാൻ. വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ അത് ഈ ചൈനയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ചൈന വൻ നിക്ഷേപമാണ് ഒരുപാട് പദ്ധതികളിലായിട്ട് ഈ ബലൂചിസ്ഥാനിൽ നടത്തിയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് CPEC, അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉൾപ്പെടെ. പക്ഷെ അവർക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ ബലൂചിസ്ഥാനിലെ മണ്ണാണ് പെട്ടിക്കകത്താക്കി ആസിം മുനീറും ഷഹനാസ് ഷബീവും കൂടെ കൊണ്ട് ട്രംപിനെ കാണിച്ച് ഇവിടെ വലിയ നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി അമേരിക്കയുമായിട്ടും കരാറുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയും ബലൂചിസ്ഥാനിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ചൈനയുടെ താല്പര്യത്തിനെ അവിടെ എതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ തമാശയാണ്. പിന്നെ അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വയില് ഈ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഏതാണ്ട് സമാനമായ യുദ്ധമാണ് ഖൈബർ പഖ്തൂൺഖ്വയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. TTPയുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. അതോടൊപ്പം തന്നെ സിന്ധില് പ്രശ്നമുണ്ട്. സിന്ധിലും ഈ പറഞ്ഞതുപോലെ അവിടെയും ഈ സിന്ധ് ദേശ് പ്രസ്ഥാനം അവരെയും ഇവർ കൊള്ളയടി. കാരണം അവർക്ക് പഞ്ചാബ് മാത്രമേ ലക്ഷ്യമുള്ളൂ. പഞ്ചാബിൽ നിന്നാണ് ഈ ഉള്ള ഭരണാധികാരികളും മിലിറ്ററി അധികാരികളും എല്ലാം പഞ്ചാബാണ്. അപ്പൊ സിന്ധ് പ്രദേശത്ത് നിന്നും ഈ പിന്നെ ഒരു കനാൽ ഉണ്ടാക്കി പഞ്ചാബിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നുള്ള പ്രശ്നത്തിൽ സിന്ധിലും പ്രശ്നമുണ്ട്. സിന്ധും സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആവശ്യമാണ്. കാരണം ഇതെല്ലാം വിഭിന്നമായ സംസ്കാരവുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഈ നമ്മുടെ നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്ന കാരണം അവിടെ 70-80% കൃഷിക്കുള്ള ജലവും കിട്ടുന്നില്ല. അതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാർഷികമായിട്ട് പാകിസ്ഥാനെ തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ POKയിലെ പ്രശ്നം, ഖൈബർ പഖ്തൂൺഖ്വ, അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധം, അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പിന്നെ അത് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹം ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചെയ്യില്ല എന്ന് പറയാൻ കാരണം ഈ കഴിഞ്ഞ ജൂൺ 2-നായിരുന്നു ഈ ഡോക്ടർ മെഹ്റൂം ബലൂച്ചിനെ ഈ 2 ജീവപര്യന്തം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നവര്. 31 വയസ്സേ ഉള്ളൂ.
കാര്യം അവരുടെ എന്താണ് യാക്ജ മുക്തി ബലൂച്ച് എന്ന് പറയുന്ന അവിടെ ഒരു സംഘടനയുണ്ട്. കാരണം ഈ ബലൂചിസ്ഥാനിൽ നിന്ന് ആൾക്കാർ അപ്രത്യക്ഷമാവുകയും വളരെ യാദൃച്ഛികമായ രീതിയിൽ ആൾക്കാർ കൊല്ലപ്പെട്ട് റോഡരികിൽ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. അപ്പൊ അതിലൊരു കൂറ്റൻ പ്രതിഷേധമാണ് 2024 നടക്കുകയും ആ പ്രതിഷേധത്തിനകത്ത് ഈ ഡോക്ടർ മെഹ്റൂം, മെഡിക്കൽ ഡോക്ടറാണ് അവർ, ആ ഡോക്ടർ മെഹ്റാം ബലൂച്ചിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. അപ്പൊ അവരുടെ പ്രസംഗത്തിലാണ് അവിടുത്തെ ജനങ്ങളിൽ കലാപം ഉണ്ടാവുകയും അന്നൊരു പാരാമിലിറ്ററി ഉദ്യോഗസ്ഥൻ മരിക്കുകയും ചെയ്തു എന്നുള്ള പേരിലാണ് അവരെ ഇപ്പൊ ജീവപര്യന്തം തടവിന് തടവിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ബലൂച്ചിനെ വളരെയധികം എന്താ പറയാ, അവരുടെ പ്രവർത്തനങ്ങളെ വളരെയധികം ഊർജം പകരുകയും ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ ഡോക്ടർ മെഹ്റൂം ബലൂച്ചിലൂടെ ഇപ്പം ലോകരാഷ്ട്രങ്ങൾ ഇവിടെ നടക്കുന്ന, പാകിസ്ഥാനിൽ നടക്കുന്ന അല്ലെങ്കിൽ ബലൂചിസ്ഥാനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഈ പറഞ്ഞതുപോലെ ഖൈബർ പഖ്തൂൺഖാലെ കണക്ക് വ്യോമാക്രമണം അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഏത് രീതിയിലേക്കായിരിക്കും അത് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഖൈബർ പഖ്തൂൺഖായിൽ നിന്നുള്ള, കാരണം ഖൈബർ പഖ്തൂൺഖാ വളരെ സജ്ജമാണ്. അവരുടെ കയ്യിലുള്ള അത്യാധുനിക ആയുധങ്ങളുണ്ട്. അതായത് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ഉപേക്ഷിച്ച് പോയിട്ടുള്ള നൂതനമായ സകല ആയുധങ്ങളും ഇപ്പോൾ ഈ ബലൂച്ച് ആർമിയുടെ പക്കലുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വൻതോതിൽ വിദേശ ധനം കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതേപോലെ ഒരുപാട് ധനപരമായിട്ടും ആയുധപരമായിട്ടും ഇന്ന് വ്യോമാക്രമണത്തിന്റെ കാര്യത്തിൽ മാത്രമേ അവർക്ക് ഭീഷണി നേരിടുന്നുള്ളൂ. അപ്പൊ അത്തരത്തിൽ സജ്ജമായ ഒരു സാഹചര്യത്തിലാണ് ഇത് ബലൂചിസ്ഥാനിലെ BLA നിൽക്കുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പം അവരുടെ പല നേതാക്കന്മാരും സ്വിറ്റ്സർലൻഡ്, ലണ്ടൻ, ഇപ്പൊ ഖാൻ ഓഫ് കലാട്ടിന്റെ മകൻ അദ്ദേഹം എനിക്ക് തോന്നുന്നു UK-യിലാണ്. അപ്പൊ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ ഇനി ഒരു കാരണവശാലും പഴയതുപോലെ പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യയായിട്ട് തുടരുക എന്നുള്ളത് പ്രായോഗികമായിട്ട് സാധ്യമല്ല. ഇപ്പോഴും പ്രായോഗികമായിട്ട് ബലൂചിസ്ഥാൻ വേർപെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിനകത്ത് ഇന്ത്യക്ക് ഇടപെടാനായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ത്യക്ക് ഇപ്പം വളരെ പ്രകടമായ രീതിയിൽ ഇപ്പൊ ഇന്ത്യയോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളെ അംഗീകരിക്കണം, ഞങ്ങൾക്ക് എംബസി തുടങ്ങാനുള്ള അവകാശം തരണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യക്ക് ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം വെച്ചിട്ട് നമുക്ക് അങ്ങനെ കയറി ഇടപെടാനുള്ള പരിമിതികളുണ്ട്. പക്ഷെ എങ്കിലും ഇന്ത്യ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ സ്ഥിരമായിട്ടുള്ള ഒരു ആക്ഷേപം. അത് ശരിയല്ല. കാരണം ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപെടുന്ന സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ തുടർച്ചയാണ്. അത് വളരെ സാംസ്കാരികമായ വിഭിന്നമായ ഒരു സംഗതിയാണ്. മനസ്സിലാക്കേണ്ട സംഗതി, പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പശ്ചാത്തലങ്ങളുള്ള ഒരു പ്രദേശമാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. ഈ ട്രൈബൽ ലീഡേഴ്സിന്റെ അധീനതയിലാണ് ഭരണമെങ്കിലും വളരെ സ്വതന്ത്രമായ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ അത്രയും വലിയ അവിവേകം കാണിക്കുമെന്ന്. അത് കാണിച്ചു കഴിഞ്ഞാൽ ബലൂചിന്റെ മോചനം അധികം വൈകില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. നന്ദി സർ.